ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന ദിവസം 2024 ജൂലൈ 1. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന ദിവസം 2024 ജൂലൈ 1-നാണ്. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്. ലോകസഭയിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? നരേന്ദ്ര മോദി. ലോകസഭയിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? നരേന്ദ്ര മോദി. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന ദിവസം 2024 ജൂലൈ 1. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്. ലോകസഭയിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? നരേന്ദ്ര മോദി. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യ വലംവയ്ക്കൽ പൂർത്തിയാക്കിയത് എന്ന്? 2024 ജൂലൈ 2. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യം വലംവയ്ക്കൽ പൂർത്തിയാക്കിയത് എന്ന്? 2024 ജൂലൈ 2. ICC ലോക റാങ്കിങ്ങിൽ T20 ഓൾറൗണ്ടർമാരുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ. ICC ലോക റാങ്കിങ്ങിൽ T20 ഓൾറൗണ്ടർമാരുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യ. 6 വിക്കറ്റിന് 603 ഡിക്ലെയർ. ഇന്ത്യയിലെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യം വലം വയ്ക്കൽ പൂർത്തിയാക്കിയത് എന്ന്? 2024 ജൂലൈ 2. ICC ലോക റാങ്കിങ്ങിൽ T20 ഓൾറൗണ്ടർമാരുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യ. 6 വിക്കറ്റിന് 603 ഡിക്ലെയർ. കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. UN ഏജൻസിയായ UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായ രാജ്യം സിറിയ. UN ഏജൻസിയായ UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും ഉയർന്ന അഭയാർത്ഥികളായ രാജ്യം സിറിയ. UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പേർ അഭയം തേടിയ രാജ്യം ഇറാൻ. UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പേർ അഭയം തേടിയെത്തിയ രാജ്യം ഇറാൻ. കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. UN ഏജൻസിയായ UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായ രാജ്യം സിറിയ. UNHCRന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പേർ അഭയം തേടിയെത്തിയ രാജ്യം ഇറാൻ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് സമ്മേളനത്തിലെ ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നഗരം
കോഴിക്കോട്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് സമ്മേളനത്തിൽ ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം കൊണ്ടോട്ടി, മലപ്പുറം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം കൊണ്ടോട്ടി, മലപ്പുറം. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് സമ്മേളനത്തിലെ ബ്രാഗ് മാനിഫെസ്റ്റോയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം കൊണ്ടോട്ടി, മലപ്പുറം. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. ഇന്ത്യൻ വംശജനായ ഋഷി സുനീക്കിൻ്റെ പിൻഗാമിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമർ. ഇന്ത്യൻ വംശജനായ ഋഷി സുനീക്കിൻ്റെ പിൻഗാമിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമർ. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായ സ്ഥാനമേറ്റ വനിത. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വനിത ആഞ്ചല റൈനർ. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വനിത ആഞ്ചല റൈനർ. യുകെയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രി റേച്ചൽ റീവ്സ്. യുകെയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രി റേച്ചൽ റീവ്സ്. ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ മസൂദ് പെസാസ്കിയാൻ. ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ മസൂദ് പെസാസ്കിയാൻ. ഇന്ത്യൻ വംശജനായ ഋഷി സുനീക്കിൻ്റെ പിൻഗാമിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമർ. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വനിത ആഞ്ചല റൈനർ. യുകെയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രി റേച്ചൽ റീവ്സ്. ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ മസൂദ് പെസാസ്കിയാൻ.